കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹെരോദസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരുവേ പുരോഹിത വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകെ എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്കറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വച്ച് അവനെന്തോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി. അവനവരോട് ആഗ്യം കാണിക്കുകയും ഊമയായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെപ്പറ്റി ഗബ്രിയേൽ മാലാഖ അവൻ്റെ പിതാവായ സക്കറിയാസിന് നൽകുന്ന ദർശനമാണ് നാം കണ്ടത്. ഇന്നത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സക്കറിയാസിനെയും അതുപോലെ തന്നെ എലിസബത്തിനെയും പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നീതിനിഷ്ഠയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആയിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ വചനം ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠയോടെ കർത്താവിൻ്റെ കൽപ്പനകളും അവൻ നൽകിയിരിക്കുന്ന പ്രമാണങ്ങളും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ബലികളും പ്രാർത്ഥനകളും പ്രീതികരമായി തീരുന്നത്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 15-ാം വചനം നമ്മളോട് പറയുന്നത്, കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു എന്ന്. സങ്കീർത്തനം 34-ാം സങ്കീർത്തനം 17-ാം വചനം വീണ്ടും പറയുകയാണ്,
നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും അവൻ രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ വിശുദ്ധിയോടുകൂടിയാണോ കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക? നീതിനിഷ്ഠമായൊരു ജീവിതവും കർത്താവ് വിശുദ്ധിക്കായിട്ട് തൻ്റെ അഭിഷേകം നമുക്ക് നൽകുവാനായിട്ട് നൽകിയിരിക്കുന്ന പ്രമാണങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയുകയാണ്, നാം ആവശ്യപ്പെടുന്നതെന്തും കർത്താവ് നമുക്ക് നൽകും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന്. സ്നാപക യോഹന്നാനെ പറ്റി ഗബ്രിയേൽ മാലാഖ നൽകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന് വേണ്ടി നീതിയുക്തമായൊരു ജനതയെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ഇവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് എന്ന്. അതുപോലെ തന്നെ വചനം പറയുന്നു, അവൻ്റെ മാതാവും അവൻ്റെ പിതാവും നീതിനിഷ്ഠയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവരുമായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ ലഭിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന് കർത്താവിൻ്റെ വലിയ അഭിഷേകം കിട്ടുകയാണ്. ഈ കൃപയും അഭിഷേകവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ ആ വലിയ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന് പ്രീതികരമായൊരു ജീവിതത്തിനുടമകളായിട്ട് മാറും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളുമെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ബലികളും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ദൈവത്തിന് പ്രീതികരമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നീതിയുക്തമായ ഒരു ജീവിതം നയിക്കുക എന്നത്. കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ കൃപയും അഭിഷേകവുമൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകുവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളുമൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രിയമുള്ളവരെ കർത്താവിന് പ്രീതികരമായൊരു ബലിയും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ കർത്താവിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൃദയവിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളും ബലികളും ഒക്കെ നമ്മുടെ നിയോഗങ്ങളുമൊക്കെ കർത്താവിന് പ്രീതികരമായതാണോ, കർത്താവിന് ഹിതകരമായതാണോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാന് അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനാണ്. ഒരുപക്ഷെ അവരുടെ യൗവനകാലത്ത് കണ്ണീരോടെ കർത്താവിൻ്റെ മുമ്പിൽ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് കടാക്ഷിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ രാവും പകലും കേണപേക്ഷിച്ചവരായിരിക്കാം. എന്നാൽ യൗവനകാലത്ത് എന്തുകൊണ്ടാണ് കർത്താവ് ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ല? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കർത്താവ് തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. കർത്താവിന് ഒരിക്കലും തെറ്റാത്ത ഒരു സമയമുണ്ട്. നമ്മുടെ നന്മയ്ക്കും നമ്മുടെ വിശുദ്ധിക്കും എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് പക്ഷേ ഒരു കാലതാമസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ വയ്ക്കുക. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാനെ പറ്റി കർത്താവിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. തൻ്റെ മകന് മുന്നോടിയായിട്ട്, തൻ്റെ മകന് പാതയൊരുക്കുവാനായിട്ടാണ് ഇവൻ്റെ ജീവിത വിളിയെന്ന് കർത്താവിന്
ഒരു പ്ലാനും പദ്ധതിയും സ്നാപക യോഹന്നാനെ പറ്റിയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന അവന് പ്രീതികരമായ സമയത്ത്, ഒരിക്കലും തെറ്റാത്ത സമയത്ത്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനായിരിക്കുന്ന അവസ്ഥകളിലുള്ളവരുടെയും നന്മയ്ക്കു വേണ്ടി കർത്താവ് എല്ലാം എനിക്ക് ഒരു വലിയ ഇടപെടലിലൂടെ സംഭവിപ്പിച്ചു തരുമെന്ന് കർത്താവിനോട് വിശ്വസ്തയോടെ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ബലിപീഠത്തിന് മുമ്പിൽ നിന്ന സക്കറിയായിക്ക് ദർശനമുണ്ടായി. അവൻ്റെ ജീവിതം വഴിമുട്ടി നിന്നതെല്ലാം കർത്താവിൻ്റെ വലിയ ഇടപെടലിലൂടെ കർത്താവ് അവന് നടത്തി കൊടുക്കുകയാണ്. ബലിപീഠത്തിൻ്റെ മുമ്പിൽ കർത്താവിന് പ്രീതികരമായൊരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവ് വലിയ ഇടപെടലുകൾ നടത്തും. ഇനി വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം നമുക്ക് കർത്താവിലേക്ക് ഉയർത്താം. കർത്താവ് നമ്മളെ കടാക്ഷിക്കട്ടെ. വലിയ ഇടപെടലിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേട്ട് നമുക്കെല്ലാം നന്മയ്ക്കായി ഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.